എല്ലാം ഇരുട്ടിലാണല്ലോ, ആരോഗ്യമില്ലല്ലോ എന്ന് നിങ്ങൾ വിഷമിക്കുന്നുണ്ടോ? കർത്താവാണ് നമ്മുടെ വെളിച്ചം, ദൈവമാണ് നമ്മുടെ വെളിച്ചം, കർത്താവാണ് നമ്മുടെ ആരോഗ്യം. അവിടുന്നത് നിങ്ങൾക്ക് നൽകും. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് നിങ്ങൾക്ക് പ്രകാശപൂർണമായ ജീവിതവും ആരോഗ്യകരമായ ജീവിതവും നൽകും. ജീവിതം വെളിച്ചം നിറഞ്ഞതായിരിക്കും. യെശയ്യാവ് 58:8 പ്രഭാത വെളിച്ചം പോലെ നിന്റെ പ്രകാശം ഉദിക്കും, നിന്റെ ആരോഗ്യം വേഗത്തിൽ വീണ്ടെടുക്കപ്പെടും. ഈ അനുഗ്രഹം കർത്താവ് ഇന്ന് നിങ്ങൾക്ക് നൽകട്ടെ. പ്രകാശപൂർണമായ ജീവിതം നൽകും. രോഗശയ്യയിൽ നിന്ന് അങ്ങയുടെ മക്കളെ എഴുന്നേൽപ്പിക്കണമേ കർത്താവേ, എഴുന്നേൽപ്പിക്കണമേ കർത്താവേ, എഴുന്നേൽപ്പിക്കണമേ. കടബാധ്യതകളിൽ നിന്ന് അങ്ങയുടെ മക്കളെ മോചിപ്പിക്കണമേ കർത്താവേ. ആരോഗ്യകരമായ ജീവിതം അവർക്ക് ലഭിക്കട്ടെ. ഒരു വിടുതൽ നൽകണമേ യേശുവേ. ഇത് ചെയ്യുന്നതിനായി നന്ദി, നന്ദി, നന്ദി. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് നിങ്ങൾക്ക് വെളിച്ചം നൽകും. ഉൽപ്പത്തി 1:3-4 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു, വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വെളിച്ചമുണ്ടായി. വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവിടുന്ന് വെളിച്ചത്തെയും ഇരുളിനെയും വേർതിരിച്ചു. നിങ്ങൾ ഇരുട്ടിലാണോ? വെളിച്ചമുണ്ടാകട്ടെ എന്ന് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. ഇരുട്ട് മാറിപ്പോകട്ടെ, മാറിപ്പോകട്ടെ. വെളിച്ചത്തിൽ നിലനിൽക്കുക, 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 നിലനിൽക്കുക. വെളിച്ചത്തിൻ്റെ മക്കളായിരിക്കുക. യോഹന്നാൻ 8:12 കർത്താവ് പറയുന്നു, വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയോട് കർത്താവ് പറയുന്നു, ഞാനാണ് ലോകത്തിൻ്റെ വെളിച്ചം. എന്നെ വിശ്വസിക്കുന്നവൻ ഇരുട്ടിൽ നടക്കാതെ വെളിച്ചത്തിൽ നടക്കും. അവൻ ജീവന്റെ വെളിച്ചം പ്രാപിക്കും. നിങ്ങൾക്കും കർത്താവ് വിശുദ്ധി നൽകി ജീവന്റെ വെളിച്ചം പ്രാപിക്കാൻ കൃപ നൽകട്ടെ. സങ്കീർത്തനം 18:28 പ്രകാരം, അവിടുന്ന് എൻ്റെ വിളക്ക് തെളിച്ചും, അവിടുന്ന് എൻ്റെ ഇരുട്ടിനെ വെളിച്ചമാക്കും. എൻ്റെ വിളക്ക് തെളിക്കണമേ കർത്താവേ, തെളിക്കണമേ കർത്താവേ. പ്രാർത്ഥന. തെളിക്കണമേ പിതാവേ, നിങ്ങളുടെ വിളക്ക് തെളിക്കട്ടെ, വിശുദ്ധിയുടെ വിളക്ക് തെളിക്കട്ടെ, ജീവന്റെ വെളിച്ചം തെളിക്കട്ടെ, ഇരുട്ടെല്ലാം വെളിച്ചമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ. സങ്കീർത്തനം 119:105 കർത്താവേ, ആദ്യ വചനം എൻ്റെ കാലുകൾക്ക് ദീപമാണ് കർത്താവേ. വചനം നൽകും, വചനം നൽകും. വചനത്തിലൂടെ സംസാരിക്കുന്ന ഈ വചനത്തെ ഞാൻ മുറുകെ പിടിക്കുന്നു പിതാവേ. ഈ നിമിഷം തന്നെ കർത്താവ് ഈ കൃപ നൽകുന്നു. വെളിച്ചം തെളിക്കുന്നു, തെളിക്കുന്നു, തെളിക്കുന്നു. എല്ലാ പാപബന്ധനങ്ങളിൽ നിന്നും നിങ്ങളെ മോചിപ്പിക്കുന്നു. ഇരുട്ടിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്നു. കണ്ണുകൾക്ക് വെളിച്ചം നൽകുന്നു. നടക്കേണ്ട വഴി കാണിച്ചു തരുന്നു. യെശയ്യാവ് 60:1-3 പറയുന്നു, നിന്റെ വെളിച്ചത്തിലേക്ക് ജാതികൾ വരും, നിന്റെ ഉദയപ്രകാശത്തിലേക്ക് രാജാക്കന്മാർ നടന്നു വരും. യേശുവിൻ്റെ നാമത്തിൽ അത് നിങ്ങൾക്ക് സംഭവിക്കട്ടെ എന്ന് ഞാൻ കൽപ്പിക്കുന്നു. സംഭവിക്കട്ടെ. നിങ്ങളുടെ കണ്ണുകൾ വെളിച്ചത്താൽ നിറയട്ടെ. അത് വിശുദ്ധമായിരിക്കണേ. മത്തായി 6:22 പ്രകാരം, നിങ്ങളാണ് ലോകത്തിൻ്റെ വെളിച്ചം. അത്തരം വെളിച്ചത്താൽ കർത്താവ് നിങ്ങളെ നിറയ്ക്കട്ടെ. മത്തായി 5:14 പ്രകാരം. അടുത്തതായി, ആരോഗ്യപൂർണമായ ജീവിതം. യെരമ്യാവ് 30:17 പ്രകാരം, കർത്താവ് പറയുന്നു, ഞാൻ നിനക്ക് ആരോഗ്യം നൽകും, നിന്റെ മുറിവുകൾ ഞാൻ ഉണക്കും. ഇതിനായി യേശു തൻ്റെ ശരീരത്തിൽ മുറിവുകൾ ഏൽക്കാൻ കുരിശിൽ സ്വയം സമർപ്പിച്ചു. യെശയ്യാവ് 53:5 പ്രകാരം, അവൻ്റെ തഴമ്പുകളാൽ നാം സൗഖ്യമാകുന്നു. ഈ നിമിഷം അവൻ്റെ തഴമ്പുകളാൽ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകാൻ ഞാൻ കൽപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ജീവൻ യേശുവിൻ്റെ നാമത്തിൽ ഇവരിലേക്ക് ഇറങ്ങട്ടെ. കർത്താവെ, ഇരുളെല്ലാം വെളിച്ചമാകട്ടെ, രോഗങ്ങളെല്ലാം മാറട്ടെ, ബലഹീനതകളെല്ലാം നീങ്ങട്ടെ, കുറവുകളെല്ലാം മാറട്ടെ, സൗഖ്യമുണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ക്രിസ്തുവിൻ്റെ ജീവൻ ഇവരിലേക്ക് ഇറങ്ങട്ടെ.
യേശുവേ, ആസ്ത്മയെല്ലാം മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആസ്ത്മ സൗഖ്യമാകട്ടെ. ഇന്നത്തോടെ അത് മാറട്ടെ. കണ്ണകി, യേശു നിങ്ങളെ സൗഖ്യമാക്കുന്നു. മോചിതരാകൂ. എല്ലാ രോഗങ്ങളും മാറുന്നു. ഭയവും പരിഭ്രമവുമെല്ലാം മാറുന്നു. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകാൻ ഞാൻ കൽപ്പിക്കുന്നു. എല്ലാ ഫിറ്റ്സും അത് നിൽക്കട്ടെ. മസ്തിഷ്കം സൗഖ്യമാകട്ടെ. ഹൃദയം സൗഖ്യമാകട്ടെ. പനി മാറട്ടെ. നന്ദി യേശുവേ, സൗഖ്യമാക്കിയതിന് നന്ദി. ക്രിസ്തുവിൻ്റെ ജീവൻ ഇറങ്ങുന്നു. അലക്സാണ്ടർ, യേശു നിങ്ങളെ സൗഖ്യമാക്കുന്നു. സൗഖ്യമാകട്ടെ. നടുവേദന അനുഭവിക്കുന്ന ഓരോരുത്തരെയും സൗഖ്യമാക്കുന്നതിന് നന്ദി പിതാവേ. എത്ര വേദന! ഇടുപ്പുവേദന, നടുവേദന, യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് ഞാൻ കൽപ്പിക്കുന്നു. സൗഖ്യമാകട്ടെ. തൊട്ട് സൗഖ്യമാക്കണേ യേശുവേ. മൂത്രസംബന്ധമായ പ്രശ്നങ്ങൾ, വൃക്കയിലെ പ്രശ്നങ്ങളെല്ലാം മാറട്ടെ. കല്ലുകളെല്ലാം അലിഞ്ഞു പോകട്ടെ. സൗഖ്യമാക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ കാലുകളിലെ ബലഹീനതകളെല്ലാം മാറട്ടെ. യേശുപ്പ, അത് മാറട്ടെ. ആ ജീവൻ ഇറങ്ങട്ടെ. സഞ്ജീവി, യേശു നിന്നെ സൗഖ്യമാക്കുന്നു. എഴുന്നേറ്റ് നടക്കൂ. ക്രിസ്തുവിൻ്റെ ജീവൻ നിന്നിലേക്ക് ഇറങ്ങുന്നു. നന്ദി യേശുവേ. കടം വാങ്ങി അത് തിരിച്ചടയ്ക്കാൻ കഴിയാതെ കഷ്ടപ്പെടുന്ന ഓരോരുത്തരെയും സഹായിക്കണമേ അപ്പ. പരിശുദ്ധാത്മാവേ, അത്ഭുതങ്ങൾ ചെയ്യുന്ന കർത്താവേ, ഇന്ന് പണം ലഭിക്കട്ടെ. കടം വീട്ടട്ടെ. വഴികൾ തെളിയട്ടെ. അനുഗ്രഹിച്ച് തുറന്നു കൊടുക്കണമേ. നന്മയുണ്ടാകട്ടെ. രോഗങ്ങളെല്ലാം മാറിപ്പോകട്ടെ. ഭർത്താവ് രൂപാന്തരപ്പെടട്ടെ. പിശാചുക്കൾ, പിശാചിൻ്റെ ആത്മാവ് കുടുംബാംഗങ്ങളെ വിട്ടുപോകട്ടെ. അവർ കർത്താവിൻ്റെ മക്കളായി മാറട്ടെ. ഓരോ ഇരുളും നീങ്ങിപ്പോകട്ടെ. കൃപ നൽകുന്നതിനായി നന്ദി യേശുപ്പ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. നന്ദി പറയുന്നു. കൂടെ തന്നെ വസിക്കണമേ. അനുഗ്രഹിക്കണമേ. ആമേൻ. എനിക്ക് പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കും യേശു വിളിക്കുന്നു. സോഷ്യൽ മീഡിയ പരിപാടികൾ സ്പോൺസർ ചെയ്യാം. നിങ്ങളുടെ ജന്മദിനത്തിലോ വിവാഹ വാർഷികത്തിലോ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരുടെ ഓർമ്മ ദിവസത്തിലോ ഒക്കെ നമുക്കിത് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ബിരുദം ലഭിക്കുന്ന സന്തോഷകരമായ ദിവസത്തിലോ അല്ലെങ്കിൽ പുതിയ ജോലി കിട്ടുമ്പോഴോ ഒക്കെ നിങ്ങൾക്കിങ്ങനെ സ്പോൺസർ ചെയ്യാവുന്നതാണ്. എത്രയോ ലക്ഷം ആളുകൾക്ക് അത് അനുഗ്രഹമായിരിക്കുമല്ലോ. അതിനായി ഈ നമ്പറിലേക്ക് വിളിക്കൂ. കൂടാതെ പ്രാർത്ഥിച്ച വെളിച്ചെണ്ണ ലക്ഷക്കണക്കിന് കുപ്പികൾ ഞങ്ങൾ എല്ലാവർക്കും സൗജന്യമായി നൽകുന്നുണ്ട്. എത്രത്തോളം ആവശ്യമുണ്ട്? ഇതും നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാം. ഞാൻ 1000 കുപ്പികൾ സ്പോൺസർ ചെയ്യാം. 2000 കുപ്പികൾ സ്പോൺസർ ചെയ്യാം. ലക്ഷക്കണക്കിന് നൽകുന്നുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഒരു അനുഗ്രഹമായിരിക്കാം. ഈ നമ്പറിലേക്ക് വിളിക്കൂ. അവർ നിങ്ങളെ സഹായിക്കും. കർത്താവിൻ്റെ അനുഗ്രഹം ജനങ്ങളിലേക്ക് എത്തിക്കാൻ കർത്താവ് നിങ്ങളെ ഉപയോഗിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.